കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന പഠനത്തിനായിട്ട് ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ സംഗമിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകിയ നല്ല സംഗമത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ ആ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ മധ്യപ്രദേശ് ട്രിപ്പ് പോയതിന് ശേഷം, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ അത് പോയതിന് ശേഷം രാത്രിയിലെ ക്ലാസ്സുകൾ ഞാൻ സൂമിനകത്ത് എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഏകദേശം 1 മാസം ആകാറായി. നമുക്ക് വീണ്ടും ഇന്ന് രാത്രി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയതിലെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നിർത്തിയത് അവസാനം എവിടെയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയല്ലേ പറ്റുകയുള്ളൂ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അല്ലെങ്കിൽ എൻ്റെ അകത്ത് എനിക്ക് ഓർമ്മ വരുന്നൊരു ഭാഗത്ത് ഞാനങ്ങ് തുടങ്ങും. എന്തെങ്കിലും വല്ലപ്പെടുത്തമുണ്ടോ? ആൽഫി ആൻറ്റി നോക്കുന്നുണ്ട്, നോട്ട്ബുക്ക് നോക്കുന്നുണ്ട്. രാജകീയ അഭിഷേകവും രാജ്യത്വവുമാണ് നമ്മൾ ചേർത്ത് പഠിച്ചു വന്നത്. അപ്പം അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഭാഗം പഠിച്ചു വരികയായിരുന്നു. ഏകദേശം 2 ടോപ്പിക്കുകളും ഒരുമിച്ച് ചേരുകയാണ് ഇവിടെ വെച്ച്. കഴിഞ്ഞ പകൽ നമ്മൾ രാജകീയ അഭിഷേകം, രാജകീയ പരിശോധന, രാജകീയ ശുശ്രൂഷ, ഇത് 3 നമ്മൾ കഴിഞ്ഞ പകൽ കാണുകയായിരുന്നു. ഇവിടെ നമ്മൾ പുതിയ നിയമത്തിൽ ഇന്ന് രാത്രി നമ്മൾ ശ്രദ്ധിക്കുന്നത് പുതിയ നിയമ പ്രഭാഷകരുടെ വീക്ഷണത്തിൽ എന്തായിരുന്നു അവരെ പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ സുവിശേഷം കേട്ടിട്ടാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്നത്. കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ വലിയ തർക്കമുണ്ടായൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ആൾ പറഞ്ഞ കൃത്യവാക്കുകൾ ഞാൻ മറന്നുപോയി. ചുരുക്കത്തിലേ ഉള്ളൂ, പഴയ നിയമത്തിൻ്റെ ആവശ്യമില്ല, പുതിയ നിയമം മാത്രം മതിയെന്ന് കേരളത്തിൽ അറിയപ്പെടുന്നൊരു ദേവദാസൻ ഒരു സമയത്ത് പ്രസംഗിച്ചിരുന്നു. ഞാൻ ആ ക്ലിപ്പ് കണ്ടിരുന്നു. ബൈബിൾ നിങ്ങൾ പഠിച്ചാൽ നമ്മൾ ഉടമ്പടികളാണ് പഠിച്ചു വരുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഈ ആദ്യം ഒറ്റ ക്ലാസ് കേൾക്കുന്നവർക്ക് ഡൗട്ട് തോന്നാം കേട്ടോ. 5 ഉടമ്പടികളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 5 ഉടമ്പടികൾ: നോഹൈക, അബ്രഹാമ്യ, മോശൈക, ദാവീദ്യ, പുതിയ ഉടമ്പടി. അതിൽ നോഹൈക ഉടമ്പടിക്ക് മാറ്റമില്ല. അത് ദൈവം മഴവില്ലായിട്ട് അടയാളമായിട്ട് കാണിച്ച ഉടമ്പടിയാണ്. അബ്രഹാമിനോടും ദാവീദിനോടും ചെയ്ത ഉടമ്പടിയുടെ നിവർത്തി വന്നത് പുതിയ ഉടമ്പടിയിലാണ്, ന്യൂ ടെസ്റ്റ്മെന്റിലാണ്, ന്യൂ കവനന്റിലാണ്. മോശൈക ഉടമ്പടിയാണ് ഒന്നാമത്തതിനെ നീക്കി എന്ന് പറഞ്ഞ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന ഉടമ്പടി. അതാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി. ആ കാണുന്നത് ന്യൂ കവനന്റിന്റെ ശുശ്രൂഷകന്മാരാണ്, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാണ്. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ഒന്നാമത്തെ പ്രഭാഷണം കർത്താവ് നടത്തിയത് എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരോടാണ്. കർത്താവ് അവരോട് നടത്തിയ പ്രഭാഷണത്തിൽ മോശ തുടങ്ങിയ തിരുവെഴുത്തുകളിൽ തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തെക്കുറിച്ച് മോശയുടെ എഴുത്തുകളിൽ മുതൽ മറഞ്ഞിരുന്നത് യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രഭാഷണം. രക്ഷാസന്ദേശത്തിൻ്റെ ക്ലിയറായിട്ട് കേൾക്കണം കേട്ടോ. രക്ഷാസന്ദേശത്തിൻ്റെ പ്രാധാന്യത
യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനമാണ്. ഒരു സംശയമില്ല. യേശുക്രിസ്തുവിൻ്റെ രക്ഷാസന്ദേശത്തിൻ്റെ പ്രാധാന്യത ഞാനൊന്നുകൂടെ പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, സിംഹാസനത്തിലേക്ക് അവരോഹണം ചെയ്തത്. അവരോഹണം തെറ്റിയോ? ആരോഹണ ഗീതം. സിംഹാസനത്തിലിരുന്നത്. ഇനി നമ്മൾ പുതിയ നിയമത്തിലെ പ്രഭാഷകരുടെ പ്രഭാഷണ ടോപ്പിക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അവരുടെ വിഷയാവതരണം നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന്, അവരുടെ പ്രബന്ധം, അവരുടെ പ്രഭാഷണം. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. പുതിയ ഉടമ്പടി പ്രകാരം ഇപ്പോൾ അവൻ രാജാവായി ഭരിക്കുകയാണ്. അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അതിലൂടെ നമുക്ക് ലഭ്യമായത് പാപക്ഷമയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവുമാണ്. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ പാപക്ഷമ മാത്രമല്ല, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ലഭ്യമായി എന്ന് നമുക്ക് പുതിയ നിയമ എഴുത്തുകളിൽ കൃത്യമായിട്ട് കാണാം. ഒന്ന്. രണ്ടാമത്, ഇത് നമ്മൾ സകല മാനവകുലത്തോടുമുള്ള, നമ്മൾ അതിൻ്റെയൊക്കെ വാക്യങ്ങൾ എടുക്കും കേട്ടോ. ഇപ്പോൾ രക്ഷാപദ്ധതിയുള്ള ബന്ധത്തിൽ ഇത് ക്ലിയർ കട്ടാണ്. പാപക്ഷമയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും. എന്നാൽ ഒന്നുകൂടെ നിങ്ങൾ ബൈബിൾ വിശകലനം ചെയ്താൽ, അബ്രഹാമിനോടും ദാവീദിനോടും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ പുതിയ ഉടമ്പടിയിൽ നിവർത്തിക്കപ്പെട്ടു. ശ്രദ്ധിച്ചുകൂടെ വരണം. യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്താൽ, സ്വർഗാരോഹണത്താൽ സിംഹാസനസ്ഥനായതിനാൽ പാപക്ഷമയും പാപസ്വാതന്ത്ര്യവും പാപത്തിലുള്ള സ്വാതന്ത്ര്യവും മുഴുവൻ ലോകത്തിലും ലഭ്യമായി. അതാണ് സുവിശേഷം. എന്നാൽ ഇതിനിടയിൽ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്. അവരുടെ പിതാവായ അബ്രഹാമിനോടും അവരുടെ പിതാവായ ദാവീദിനോടും പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്. അബ്രഹാമിനോടും ദാവീദിനോടും പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിവർത്തിയാണ് പുതിയ ഉടമ്പടിയിൽ സ്ഥാപിക്കപ്പെട്ടത്, ന്യൂ കവനന്റിൽ സ്ഥാപിക്കപ്പെട്ടത്. അപ്പം പാപക്ഷമ മാത്രമല്ല, പിതാക്കന്മാരോട് പറഞ്ഞ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങൾ കൂടെ അവകാശമായി നമ്മിൽ നിവർത്തിക്കപ്പെട്ടു. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആശയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായോ? എന്നിട്ട് മോശയിക, ഇത് മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലത്തുഭാഗത്ത് ആരോഹണം ചെയ്യപ്പെട്ടു. പുതിയ ഉടമ്പടി പ്രകാരം അവൻ രാജാവായി കർത്താവും ക്രിസ്തുവുമായി അവൻ അവിടെ ദൈവത്താൽ ആക്കി വെച്ചു. പാപക്ഷമയും പാപസ്വാതന്ത്ര്യവും യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് സൗജന്യമായി കിട്ടി. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. പ്രശ്നമാവില്ല എങ്ങനെ സ്പീഡിൽ പറഞ്ഞാൽ എഴുതിയെടുക്കാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ്, എടുത്തായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ഇനി ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്ന് പെറുക്കാൻ പോവാം. പുതിയ നിയമത്തിൽ നമ്മൾ പെറുക്കാൻ പോവാണ്. മൂന്നാമത്തത്, അപ്പൊ രണ്ടാമത്തത്, അബ്രഹാം ദാവീദിന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പുതിയ ഇടവിൽ നിവർത്തിക്കപ്പെട്ടു. 3, മോശയിക ന്യായപ്രമാണത്തിലെ അനുഷ്ഠാനങ്ങൾ മാറ്റി കൃപയാൽ ദൈവമായിട്ടൊരു ഫെല്ലോഷിപ്പിലേക്ക് വന്ന് ആ ബന്ധത്തിലെ വിശ്വാസത്താൽ ദൈവത്തിന്റെ നിലവാരത്തിൽ ജീവിക്കുക. ഈ പദം ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമത് ഇപ്പൊ പറഞ്ഞത്, മോശയിക ന്യായപ്രമാണത്തിലെ അനുഷ്ഠാനങ്ങൾ മാറ്റി കൃപയാൽ ദൈവമായിട്ടുള്ള ഫെല്ലോഷിപ്പിൽ ദൈവം പറഞ്ഞ നിലവാരത്തിൽ വിശ്വാസത്തിൽ ജീവിക്കുക. മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തെ കാര്യം,
യഹൂദനും ജാതികളും ഒരുമിച്ച് ചേരുന്ന ക്രിസ്തുവിന്റെ ശരീരമെന്ന ഒരു മാർമിക ബന്ധത്തിലേക്ക് നമ്മൾ ക്രിസ്തുവിനാൽ വന്നു. ഇനി നമ്മൾ ഇതിന്റെ വാക്യങ്ങൾ, അവരുടെ പ്രബന്ധാവതരണത്തിന്റെ പ്രസംഗ വിഷയത്തിന്റെ വാക്യങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രസംഗം പഠിക്കാൻ പോവുക. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രസംഗം പഠിക്കാൻ പോവുകയാണ്. അവരുടെ പ്രസംഗം പാപക്ഷമയും പാപസ്വാതന്ത്ര്യവും, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും. വാക്യം പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം. ആഹാ, ഇത്ര വേഗത്തിൽ നിങ്ങൾ വായിക്കുകയാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. കണ്ടോ? അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഒന്നാമത്തെ പ്രസംഗം എന്താണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. പാപമോചനം ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ പ്രധാന പ്രസംഗ വിഷയമാണ്, പാപമോചനം. ഇനി ഞാൻ അവിടെ നിന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയുമോ എന്നറിയാനായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. പാപമോചനം എന്തിനാലാണ് നടക്കുന്നത്? എന്തിനാലൊക്കെ പാപമോചനം നടക്കുന്നുണ്ട്? പറഞ്ഞ ഒരാളൊന്ന് പറഞ്ഞ് കേക്കട്ടെ. രക്തത്താൽ. രക്തത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു. വാക്യമുണ്ട്. 2, അവൻ അവന്റെ വചനത്താൽ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. വാക്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്താലും ആത്മാവിനാലും അവൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. വാക്യമുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ വാക്യമുണ്ട്. അപ്പം രക്തത്താൽ, വചനത്താൽ, യേശുവിന്റെ നാമത്താൽ, ആത്മാവിനാൽ, 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. തേജസ്സിനാൽ, ഓക്കെ, താങ്ക് യു, തേജസ്സിനാൽ ശുദ്ധീകരണമുണ്ട്. അപ്പോൾ എന്റെ ചോദ്യം, സ്നാനത്താലാണോ പാപമോചനം? സ്നാനത്താലാണോ പാപമോചനം? എന്താ നമ്മൾ വായിച്ചത്? നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. അപ്പൊ സ്നാനത്താൽ വരുന്ന പാപമോചനം ഉണ്ടോ? അപ്പൊ രക്തത്താൽ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുന്നില്ലേ? അപ്പൊ അതിന് മറുപടി ഞാൻ ഒരിക്കൽ പറഞ്ഞതായതുകൊണ്ട് ഈ സന്ദേശം കേട്ട് കഴിഞ്ഞ ശേഷം ആർക്കെങ്കിലും അത് ഓർമ്മ വരുന്നെങ്കിൽ നമ്മുടെ ബൈബിൾ കോളേജ് ഗ്രൂപ്പിനകത്ത് അത് ടെക്സ്റ്റായിട്ട് ഇടുക. ഓർമ്മയുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ പുതിയ തിയോളജി കൊണ്ടുവരരുത്. പുതിയ തിയോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനത് വെട്ടിമുറിച്ച് കളയും, ഞാനത് ഡിലീറ്റ് ആക്കി കളയും. ഞാൻ ഈ കാര്യത്തിന് ഒരു കാര്യം പഠിപ്പിച്ചിരുന്നു. പാപമോചനം സ്നാനത്താൽ നടക്കുന്നുണ്ടോ? ഉണ്ടെന്ന് അസന്നിഗ്ധമായി 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചത് കൊണ്ടാണ്, ഒരിക്കലല്ല 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അത് ആവർത്തിക്കാത്തത്. ഓക്കെ, ഇനി നമുക്ക് പാപമോചനം, നീതീകരണം നൽകുന്ന അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് വരാം. പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം വായിക്കൂ. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഉണ്ടോ? അപ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ 2-ാമത്തെ പ്രബന്ധം, 2-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കുന്നു. ന്യായപ്രമാണം അനുഷ്ഠിച്ച് നീതീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ജനസമൂഹത്തിന്റെ നടുവിൽ വെച്ച് പൗലോസ് പറയുകയാണ്. പൗലോസിനെയല്ലേ പറയുന്ന അവിടെ? ഈ പൗലോസും പത്രോസും മാറി മാറി വരുവേ. 13-ാം അധ്യായത്തിൽ പത്രോസായി അല്ല, ഓക്കെ, പൗലോസ് തന്നെ, ഓക്കെ, സോറി.
ഇത് ഈ പ്രസംഗരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ നിയമ കഥാപാത്രങ്ങളുടെ പേരുകൾ മാറി മാറി പോകാറുണ്ട്. ഇനി അഥവാ പൗലോസിനെ പത്രോസെന്നും പത്രോസിനെ പൗലോസെന്നും പറഞ്ഞാൽ പിണങ്ങൊന്നും വേണ്ട കേട്ടോ, ആരായാലും ആൾ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അവിടുത്തെ ടോപ്പിക് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പം മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും. അപ്പം അവിടെ നിന്നൊരു കാര്യം മനസ്സിലായി, ഇച്ചിരി കട്ടി തോന്നാം കേട്ടോ, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സഹനത്തോടെ കേൾക്കണേ. മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും. കണ്ടോ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. സകലത്തിൽ നിന്നും ഇവൻ മുഖാന്തരം നിങ്ങൾക്ക് നീതീകരണമുണ്ട്. കണ്ടോ, യേശുക്രിസ്തു മുഖാന്തരം സകലത്തിൽ നിന്നും നിങ്ങൾക്ക് നീതീകരണമുണ്ട്. എന്താണ് കാരണം? അവന്റെ മരണ അടക്ക പുനരുത്ഥാനമാണ്. 37 വാക്യം, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകിയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു. കണ്ടോ, യേശുക്രിസ്തു മുഖാന്തരം ഇസ്രായേൽ മക്കൾ ഉയർത്തിപ്പിടിച്ചിരുന്ന അവരുടെ ഏറ്റവും മൂല്യതയുള്ള ന്യായപ്രമാണത്തിലെ സകലതിനും, ന്യായപ്രമാണപ്രകാരമുള്ള സകലത്തിൽ നിന്നും അവരെ നീതീകരിപ്പാൻ കഴിയാതെ പോയപ്പോൾ യേശുവിന്റെ പ്രത്യേകത, സകലതിൽ നിന്നും അവൻ മൂലം നമുക്ക് നീതീകരണമുണ്ട്. അങ്ങനെ നീതീകരിക്കപ്പെട്ടവരാണ് സഭ. ഒരാമീൻ പറയാനായിട്ട് ബലം ഉണ്ടെങ്കിൽ ഒരാമീൻ പറഞ്ഞേര്. കർത്താവ് നന്ദി എന്ന് പറഞ്ഞേന്. ഇത്ര വലിയ മതങ്ങളിൽ ഏറ്റവും പ്രമുഖ മതമായ യഹൂദമതത്തിന്റെ അഭിമാനമായിരുന്നു മോശമുഖാന്തരം ലഭിച്ച ന്യായപ്രമാണം. അവരവർ പുകൾപ്പെട്ടവരാണ്. ഞങ്ങൾ ന്യായപ്രമാണ പ്രകാരം അനന്യരാണ്. ന്യായപ്രമാണത്തിന്റെ പ്രമുഖമായ പ്രാധാന്യത വിളിച്ചു പറയുന്ന യഹൂദമതത്തോട് പറയുകയാണ്, ന്യായപ്രമാണം തരാത്ത സകലത്തിൽ നിന്നുമുള്ള നീതീകരണം നിങ്ങൾക്ക് ലഭിച്ചത് യേശു ക്രിസ്തുവിനാലാണ്. അർത്ഥാൽ സുവിശേഷത്തിന്റെ കാതൽ യേശു മൂലം നിങ്ങൾക്ക് പാപമോചനമുണ്ട്. ധൈര്യത്തോടെ പറഞ്ഞൂടെ നമുക്കിത്? നമ്മുടെ ചുറ്റും കാണുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, നമ്മുടെ കൂടെ പഠിച്ച, നമുക്ക് വാട്സാപ്പിൽ കൂടെ ദിവസവും ഓരോ ഗുഡ് മോർണിംഗ് അയക്കുന്ന ആരോടും നമുക്ക് ധൈര്യത്തോടെ പറയാം, യേശു മൂലം സകലത്തിൽ നിന്നും നിങ്ങൾക്ക് പാപമോചനമുണ്ട്. വെറുതെ പറഞ്ഞേരുന്ന ഒരു വാക്ക് കിടക്കട്ടെ അവിടെ. തമ്പുരാൻ പ്രവർത്തിച്ചാലോ? തമ്പുരാനല്ലേ അവർക്ക് വേണ്ടി മരിച്ചത്. നമുക്കൊരു വാട്സാപ്പ് സന്ദേശമല്ലേ പോകുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നാണിക്കണ്ട, നിങ്ങൾ ലജ്ജിക്കണ്ട. ഒരുപക്ഷെ അതുകൊണ്ടൊരു ആത്മാവ് രക്ഷപ്പെട്ടാലോ? 1000 പ്രാവശ്യം ഒരു വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടും ആ വ്യക്തി വിശ്വസിച്ചില്ലെങ്കിലും 1001ാമത്തെ പ്രാവശ്യം പറയാനും അയക്കാനും മടിക്കരുത്. സുവിശേഷത്തിൽ ദൈവാത്മാവിന്റെ കരം എപ്പോൾ വേണമെങ്കിലും വെളിപ്പെട്ട് വരാം. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രബന്ധം നമുക്ക് 10-ാം അധ്യായത്തിൽ കാണാം. ഞാൻ പുതിയ നിയമത്തിലെ പാപമോചനത്തിന്റെ ചില വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് കേട്ടോ. 10-ാം അധ്യായത്തിന്റെ 39ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വന്നേ. കഴിഞ്ഞ പകൽ നമ്മൾ അതിന്റെ 38-ാം വാക്യം ധ്യാനിച്ചതാണ്. 39-ാം വാക്യം തൊട്ട് വായിച്ച് നിങ്ങൾ 39-ാം വാക്യം മുതൽ, പ്രവർത്തിയുടെ പുസ്തകം 39-ാം വാക്യം മുതൽ. ലിൻസി യഹൂദ്യദേശത്തിലും വായിച്ചോ. ലിൻസി അല്ല, യഹൂദ്യദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാവുന്നു. അവനെ ഞങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അടുത്ത വാക്ക്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞു. അപ്പൊ യേശു മൂലം പാപമോചനം ഉണ്ടെന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ആഴമായ കാതൽ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, സുവിശേഷത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു വ്യക്തിക്കും തരാൻ കഴിയാത്ത പാപമോചനം തരാം, ലഭ്യമാണ് എന്ന് കരുത്തോടെ പറയുന്ന ഏക മാർഗമാണ് സുവിശേഷം.
സ്തോത്രം. അത് നമ്മുടെ അകത്ത് ബോധ്യമാകുമ്പോൾ അത് പറയാൻ നമുക്ക് അഭിമാനം വർദ്ധിക്കാൻ തുടങ്ങും. അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ സുവിശേഷം നമ്മൾ ഈ പറയുന്ന അത്ര പ്രശ്നമുള്ള കാര്യമാണ്. സുവിശേഷം വെരി സിമ്പിളാണ്. സുവിശേഷം വളരെ ലളിതമാണ്. എന്താ ലളിതം? ഒറ്റ വാക്യമുള്ളൂ സുവിശേഷം: യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിനാൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. വെറും സിമ്പിളാണ് സുവിശേഷം. പറയാൻ സിമ്പിളാണ്, പക്ഷെ കൊടുത്ത വില മനുഷ്യർക്കാർക്കും കൊടുക്കാൻ പറ്റാത്തതാണ്. സ്തോത്രം. ദൈവകോടതിയെ തൃപ്തിപ്പെടുത്തുന്ന വിലയാണ് നമ്മുടെ പുത്രൻ തമ്പുരാൻ സുവിശേഷത്തിന് വേണ്ടി കൊടുത്തത്. ഇനി അവിടെ പറഞ്ഞൊരു പദമുണ്ട് 10-ാം അധ്യായത്തിന് 42-ാം വാക്യം വായിച്ച്. 10-ാം അധ്യായം 42-ാം വാക്യം: ജീവികൾക്കും മരിച്ചവർക്കും വിധികർത്താവ് അവനാണ്. എന്നിട്ട് അടുത്ത വാക്ക്: എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളപ്പോ അതൊക്കെ ശ്രദ്ധിച്ചോ? യേശു ക്രിസ്തുവാണ് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതി. അവൻ വിധികർത്താവാണ്. ആ വിധികർത്താവായ അവൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്താ? ജനത്തോട് നിങ്ങൾ ഇത് സാക്ഷീകരിക്കണം, ജനത്തോട് നിങ്ങൾ ഇത് പറയണം. നിങ്ങൾക്ക് അങ്ങനെ വല്ല കൽപ്പന കിട്ടിയോ? ഹലോ, യേശു ക്രിസ്തുവാണ് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വിധികർത്താവ്. അവൻ വിധികർത്താവാകിയാൽ അവൻ മൂലം പാപമോചനം ഉണ്ട് എന്ന് നിങ്ങൾ ജനത്തോട് സാക്ഷീകരിക്കണമെന്ന് നിങ്ങൾക്കൊരു വിധി കിട്ടിയോ? ആരും മിണ്ടുന്നില്ല. കർത്താവേ, കിട്ടിയില്ലെങ്കിൽ പത്താട് ശിക്ഷ 22-ാം അധ്യായം വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോകണ്ടല്ലോ അല്ലേ, വീട്ടിലാണല്ലോ ഇരിക്കണേ. യോഗം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കുള്ള വിധി: ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നത് രാജാതിരാജാവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന നിങ്ങൾ കൊണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ സുവിശേഷം, ക്രിസ്തുവിൽ കൂടിയുള്ള പാപമോചനം എന്ന സുവിശേഷം നിങ്ങൾ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ അവന്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണ്. ഒരാളോടെങ്കിലും പറയണം കേട്ടോ. ഒരാഴ്ചയിൽ ഒരു ദിവസം പറയണമെന്ന് പറയേണ്ടതായിരുന്നു. ഞാൻ അവരെ ഒന്ന് ചെറുതാക്കുക, വല്ലാതെ ചെറുതാക്കുക. ഒരാളോടെങ്കിലും ഒരു ദിവസം ഒരാളോടെങ്കിലും പറഞ്ഞാൽ നല്ലതാണ്. അത് ഒരാഴ്ചയിലായാലും നമുക്ക് സഹിക്കാം. ഒരു മാസമായാൽ എന്താ പറയാ, പോട്ടെ, ഒരാളുടെങ്കിലും പറഞ്ഞല്ലോ. അതൊരു വർഷത്തിലായാൽ അയ്യോ, എന്നാലും കുഴപ്പമില്ല, പോട്ടെ. ഒരാഴ്ചയിൽ ഒരാളോടെങ്കിലും പറയണം കേട്ടോ. ഒരാഴ്ചയിൽ പോട്ടെ, ഇനി നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് പോകണ്ട കർത്താവേ. അപ്പൊ അതുകൊണ്ട് ഒരാളോടെങ്കിലും പറയണം കേട്ടോ. ഒരാളോടെങ്കിലും പറയണം. ഒരാൾക്കെങ്കിലും ഒരു സന്ദേശം അയച്ചു കൊടുക്കണേ. ഓക്കെ, ഇനി നമ്മൾ വരികയാണ്. അപ്പൊ ഇവിടെ സുവിശേഷത്തിന്റെ ഒരു വ്യക്തി സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്നത് എന്താണ്? ആ വ്യക്തിയുടെ അകത്തുണ്ടാകുന്നത് മാനസാന്തരമാണ്, ദൈവത്തിങ്കിലേക്ക് തിരികെയാണ്. നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം, ഞാൻ ഈ പാപമോചനത്തെക്കുറിച്ചുള്ള 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രസംഗ ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കുന്നവർക്ക് ആ ഭാഗം ഒന്നുകൂടെ വായിക്കുകയും നിങ്ങൾക്ക് അത് പഠിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് വന്നേ. 14-ാം അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിന്റെ അവിടത്തെ 15-ാം വാക്യം തൊട്ട് വായിച്ചു. 14-15 ലുസ്രയിൽ വെച്ച് അമ്മയുടെ മുടന്തനെ സൗഖ്യമാക്കിയപ്പോ ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പൊ സുവിശേഷം എന്താണ്? യേശുക്രിസ്തു മൂലം പാപമോചനമുള്ളതിനാൽ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇതാണ് സുവിശേഷം. ദൈവത്തിങ്കിലേക്ക് തിരിയണം. കേട്ടോ നിഷാന്തേ? കൂട്ടുകാരോട് പറയണം, അവർ കേട്ടാലും കേട്ടില്ലേലും നിന്റെ മേലൊരു ദൗത്യമുണ്ട്. ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഇനി നിങ്ങൾ അവിടെ ഈ സുവിശേഷം പറയുന്നവരുടെ അകത്തുള്ള
ന്യൂ കവനന്റിനകത്തുള്ള റെവലേഷൻ നിങ്ങൾ നോക്കണം കേട്ടോ. അവന്റെ 16-17 വാക്യം വായിച്ച് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അടുത്ത കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നു. നിങ്ങൾക്ക് വാക്യം വായിച്ചിട്ട് വല്ലതും മനസ്സിലായോ? വല്ലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങള് സ്വന്തം വഴികളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു, സ്വന്തം ഇഷ്ടങ്ങളിൽ നടന്നു. ജാതികളോട് പറയാണ് കേട്ടോ, ലുസ്രയിലുള്ളവരോട് പറയാണ്. എന്നാലും നിങ്ങൾക്ക് അവൻ നന്മ ചെയ്തു. നിങ്ങൾ അവനെ വിട്ട് നടന്നിട്ടും നിങ്ങൾക്ക് നന്മ ചെയ്തത് അവനാണ്. ഹലോ, നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിൽ മഴ പെയ്തില്ലേ? പ്രകൃതി നിങ്ങൾക്ക് അനുകൂലമായിരുന്നില്ലേ? ഇത് ദൈവത്തിന്റെ ദാനമാണ്. അവരോട് പറയാ, ലുസ്രയിലുള്ള ജാതികളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും ദൈവം നിങ്ങളെ അറിയുന്നുണ്ട്. 1. 2, ആകാശത്ത് നിന്ന് അവൻ നന്മ ചെയ്തു, ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിച്ചു, നിങ്ങൾക്ക് ഫലപുഷ്ടിയുള്ള സീസണുകൾ തന്നു, നിങ്ങൾക്ക് ആഹാരം തന്നു, നിങ്ങൾക്ക് സന്തോഷം നൽകി, നിങ്ങളെ തൃപ്തരാക്കി. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ ദൈവത്തെ അറിയാതെ ജീവിച്ചപ്പോഴും പാപമോചകനായ യേശുവിനെ അറിയാതെ ജീവിച്ചപ്പോഴും നല്ല സീസണുകൾ അവൻ തന്നു. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്താ അവരോട് പറയുന്നത്? നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഈ വെളിപ്പാടിലാണോ പറയുന്നത്? ഒരു വ്യക്തിയെയും നിങ്ങൾ അവഹേളിച്ച് സുവിശേഷം പങ്കുവെക്കരുത്. 1-ാം നൂറ്റാണ്ടിലെ സഭ അവർക്ക് നൽകിയ നന്മകൾ ദൈവത്തിൽ നിന്നാണെന്നും നിങ്ങൾ ദൈവത്തെ അറിയാതെ ഇരുന്നിട്ടും ദൈവം നിങ്ങളെ സഹായിച്ചെന്നും അതുകൊണ്ട് ഇത് നൽകിയ ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്നും ഇത് നൽകിയതിനാലല്ല, ഇതിനപ്പുറം നിങ്ങളുടെ പാപമോചകനവനാകയാൽ, സീസണുകൾ തന്നതിനാലല്ല, സന്തോഷം തന്നതിനാലല്ല, ഫലപുഷ്ടിയുള്ള കാലങ്ങൾ തന്നതിനാലല്ല, നന്മ തന്നതിനാലല്ല, മഴ ലഭിച്ചതിനാലല്ല, പാപമോചകനവനാകിയാൽ നിങ്ങൾ അവനിലേക്ക് തിരിയണം. ഒരാമേനെന്ന് പറയാമെങ്കിൽ ഉറച്ചു പറഞ്ഞേരെ കർത്താവിന്. അവനാണ് പാപമോചകൻ, അവനാണ് പാപമോചകൻ. അതുകൊണ്ട് അവർ അവരെ തടുത്തു എന്ന് നമ്മളോട് വായിക്കുന്നു. ഇനി നമുക്ക് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രസകരമായ പൗലോസിന്റെ ഒരു പ്രസംഗം അവിടെ കാണാം. 17-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം 18-ാം വാക്യം 18-19 വാക്യം ഒന്ന് ഓടിച്ചു വായിച്ചേ. എപ്പിക്കൂര്യരും സ്ത്രോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു, ഈ വിടുവായൻ എന്തു പറയാൻ പോകുന്നു എന്ന് ചിലരും, അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. അപ്പൊ നോക്കിയേ, ഈ അന്ന് കാലത്ത് 2 തത്വചിന്തകരാണ്, തത്വവിഭാഗങ്ങളാണ്, സ്റ്റോയിക്കരും എപ്പിക്കൂര്യരും. അവൻ യേശുവിനെയും പുനരുത്ഥാനത്തെയും പ്രസംഗിക്കൊണ്ട് അവരവനെ പറഞ്ഞ് അപമാനിക്കുകയാണ്, കളിയാക്കുകയാണ്. അങ്ങനെ അവനെ പിടിച്ച് അരയോപക കുന്നിക്കൊണ്ട് വന്നു. അവനിവിടെ പുതിയ ഉപദേശം പഠിപ്പിക്കുകയാണെന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഈ അപൂർവ കാര്യങ്ങൾ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ തത്വജ്ഞാനികളുടെ മുമ്പിലും സ്റ്റോയിക്കരുടെയും എപ്പിക്കൂര്യരുടെയും മുമ്പില് പൗലോസിന് പറയാനുള്ളത് തത്വചിന്തയല്ല, കാൽവറിയിൽ നടന്ന പാപയാഗത്തെ കുറിച്ചാണ്. ഈ അതേനർക്കൊരു കുഴപ്പമുണ്ട്, അവർക്ക് എപ്പോഴും പുതുമ കേൾക്കണം. 21-ാം വാക്യം വായിച്ച് 21-ാം വാക്യം. എന്നാൽ അതേനർ ഒക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിലും ഈ അതേനർക്കൊരു കുഴപ്പമുണ്ട്, അവർക്ക് എപ്പോഴും എല്ലാം പുതുമ കേട്ടോണ്ടിരിക്കണം. ഈ പഴയ കാര്യം ഒന്നും കേൾക്കുന്നത് ഒരു പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളവരല്ല. നമ്മുടെ ആൾക്കാർക്കും അങ്ങനെ കുഴപ്പമുണ്ട്, പുതിയത് കേട്ടോണ്ടിരുന്നാൽ മതി. അവർക്ക് സുവിശേഷത്തിനകത്ത് പുതിയതൊന്നുമില്ല. സുവിശേഷം എന്നും ഒന്നാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകും ഞങ്ങളുടെ സുവിശേഷം. ആ സുവിശേഷം പങ്കുവെക്കുന്നത് നമ്മുടെ വെളിപ്പാടിലാണ്, നമ്മുടെ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് പങ്കുവെക്കുന്നത്. അപ്പൊ ഇവിടെ അവര് ഒരു അജ്ഞാത ദേവന് എന്ന എഴുത്തുള്ളൊരു വേദിക്കല്ലിന്റെ അടുക്കൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മളാണ് എന്ത് പറയും?
നമ്മളാണെങ്കിൽ ആ വേദിക്കല്ല് ആ വേദിക്കല്ലിൽ നമ്മൾ പിശാചാക്കും. അടി മേടിക്കാതെ പോരുന്നത് കർത്താവിന്റെ കൃപയാട്ടോ. ചിലർക്ക് നമുക്ക് ചില സത്യങ്ങളൊക്കെ നമുക്ക് തുറന്നു പറയേണ്ടി വരും എവിടെ, നമ്മുടെ അകത്ത്. പക്ഷെ പുറമെ പറയുമ്പം പരിജ്ഞാനത്തിൽ പറയാൻ പഠിക്കണം. ദൈവാത്മാവ് തന്നതാന്ന് പറഞ്ഞ് വായിൽ വരുന്നൊന്നും പറയരുത്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് കേൾക്കുന്ന കാര്യമൊന്നും പോയിട്ട് എന്ത് ചെയ്യരുത്, പൊതുയോഗത്തിൽ പോയി പ്രസംഗിക്കരുത്. ഉപവാസ പ്രാർത്ഥന വേറെ, ബൈബിൾ ക്ലാസ് വേറെ, സുവിശേഷീകരണം വേറെ, എല്ലാം വ്യത്യസ്തമാണ്. ഇവിടെ പൗലോസ് അരയോപക കുന്നിന്റെ മുകളിൽ വെച്ച് അതിഭക്തന്മാരായ അധേന പുരുഷന്മാരെ സുവിശേഷത്തിലേക്ക് നടത്തുക. കേൾക്കണം കേട്ടോ. അപ്പൊ ഇവര് അതിഭക്തന്മാരാണ്. ആര്? അധേനയിലുള്ളവർ. അവരുടെ ഭക്തി കറക്റ്റ് അല്ലെന്നേ ഉള്ളൂ. ആ ഭക്തി കറക്റ്റ് അല്ലാത്തവരെ വിമർശിച്ചിട്ടല്ല, ദൈവത്തിന്റെ സ്നേഹത്തിൽ അവരകത്തേക്ക് പരിശുദ്ധാത്മാവിനാൽ ഒരു ഉൾക്കാഴ്ച കൊടുക്കാൻ പൗലോസ് തയ്യാറാവുകയാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഭക്തന്മാർ അധിവസിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അറിയോ അത്? ഏറ്റവും അധികം ജനസംഖ്യ ഉള്ളത് ചൈനയിലാണല്ലോ. ചൈന കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണല്ലോ. ചൈനയിൽ ശക്തമായി സഭ വളരുന്നുണ്ടെങ്കിലും അവിടെ കമ്മ്യൂണിസമാണല്ലോ പ്രധാനമായിട്ട് നിൽക്കുന്നത്. നിരീശ്വരവാദത്തോടെ ശക്തി പ്രബലപ്പെട്ടു നിൽക്കുന്നല്ലോ. അർത്ഥാൽ ലോകത്തിൽ ഏറ്റവും അധികം ഭക്തന്മാർ നിറഞ്ഞു നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സുവിശേഷത്തിന്റെ ശക്തിയോടെ, അവന്റെ മാധുര്യത്തോടെ, അവന്റെ മഹിമയോടെ, അവന്റെ വെളിപ്പാടിൽ പറയാൻ കരുത്തുള്ളവർ എഴുന്നേറ്റാൽ ലോകത്തിലെ ഏറ്റവും വലിയ വയൽ ഇന്ത്യയാണെന്നുള്ള കാര്യം മറക്കരുത്. പൗലോസിന്റെ ജ്ഞാനം നമ്മുടെ അകത്ത് ഇവിടെ കയറുന്നത് നല്ലതാണ്. പൗലോസിന് അവരിലേക്ക് എന്ത് കൊടുക്കണം? ആരെ കൊടുക്കണം? പൗലോസിന് കൊടുക്കേണ്ടത് യേശുവിനെയാണ്. യേശുവിൽ കൂടെയുള്ള പാപമോചനം കൊടുക്കണം. അതിന് പൗലോസ് എവിടെ നിന്ന് തുടങ്ങി? എൻ്റെ വൈഫിന്റെ ചേച്ചി കന്യാസ്ത്രീയാണ്. അപ്പം കർത്താവ്, ഇതിനി അവരെ മഠത്തിലുള്ള ആരും കേൾക്കരുത്. അപ്പോ ഞാനിനി പേര് പറയാതെ പറയാം. അപ്പം ചേച്ചിയുടെ അടുത്ത് പെന്തക്കോസ്തിന്റെ വീര്യമുള്ള ആൾക്കാരുണ്ട്. അവർ ചെന്ന് മുഴുവൻ കുറ്റം പറയും ചേച്ചിനെ. ഇട്ടിരിക്കുന്ന തലയിൽ വെച്ചിരിക്കുന്ന തുണി തൊട്ട്, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തൊട്ട് എല്ലാ കാര്യവും കുറ്റം പറയാൻ പറ്റും. അപ്പം ലാസ്റ്റ് അവർ തമ്മിൽ അടിയാണ്. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പം ഏതാണ്ട് ഇതേ വീക്ഷണത്തിലാണ് എന്നെ ചേച്ചി കാണുന്നത്. ഞാനാണ് ഇതൊന്നും പറയല. ഞാൻ ഈ കാര്യം ഒരക്ഷരം മിണ്ടുകല. അപ്പം ലാസ്റ്റ് ഒരു ദിവസം ചേച്ചി ഉണ്ട് പറഞ്ഞു, സജി, അപ്പം നമ്മുടെ കൂടെ തൃശ്ശൂർ വന്നു. നമ്മുടെ വീടുകളിലൊക്കെ ചേച്ചി വരാൻ തുടങ്ങി. വയ്യാതെ കിടക്കുന്ന വീടുകളിൽ നമ്മുടെ പ്രവർത്തന സ്ഥലത്തൊക്കെ എൻ്റെ പാസ്റ്ററായ, എനിക്ക് അന്ന് കാറില്ല, ബൈക്കിൻ്റെ പുറകിൽ ഞാനും പാസ്റ്ററായ ഞാൻ വെള്ള ഷർട്ടിട്ടും ചേച്ചി കന്യാസ്ത്രീ വേഷത്തിൽ ഞങ്ങൾ വീടുകളിലൊക്കെ പോയി. എന്നാൽ റോസ് ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി. അപ്പം ചേച്ചിക്ക് പ്രവർത്തനം കണ്ടപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു, സജി, നീ കത്തോലിക്കയിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, പക്ഷേ എൻ്റെ വിഷയത്തിൽ ഒരിക്കലും കേൾക്കുകയില്ല, മറുപടി ഉണ്ടാകുക. അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി, ഞാനൊരു പാസ്റ്ററാണ്, അപ്പോൾ തന്നെ ഞാനൊരു പുരുഷനാണ്, ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ നാളെ പ്രലോഭനങ്ങളിൽ പെട്ടോ ജഡസ്വഭാവത്തിൽ പെട്ടോ ഞാൻ പിന്മാറിപ്പോകാം. ഒരുപക്ഷെ ഞാൻ നാളെ മദ്യപിക്കാം. ഞാൻ പണ്ട് മദ്യപിക്കുമായിരുന്നു. ഇനി ഇത് മാത്രം എടുത്തിടരുത് കേട്ടോ. ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറയാം. അപ്പൊ ഞാനൊരു പക്ഷെ തെറ്റിലേക്ക് പോകാം. വിശ്വാസ കപ്പൽ തകർന്നു പോയവരുണ്ട്, പോകാതിരിക്കട്ടെ, ദൈവം കരുതട്ടെ. ഞാൻ അന്ന് പറഞ്ഞ കാര്യം പറയാം. പക്ഷേ ഒരിക്കലും ചേച്ചി പറഞ്ഞ മതത്തിലേക്ക് ഞാൻ വരില്ല. അപ്പോൾ ഉടനെ എന്നോട് ചോദിച്ചു, എടോ അത്ര കുഴപ്പക്കാരാണോ ഞങ്ങൾ? ഒരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ബൈബിൾ അടിസ്ഥാനത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതല്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റിയതല്ല. ചേച്ചിയോട് പറഞ്ഞു, പാസ്റ്റർ സജി, എനിക്ക് കേൾക്കണം, എനിക്കത് അറിയണം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ തമ്മിൽ ഇത് പറയണ്ട. സാധാരണ ഒരു പാസ്റ്റർ കിട്ടാനിരിക്കുക ഒരാൾ ഇത് പറയാനായിട്ട്, ഇല്ല അടി ഉണ്ടാക്കും, ഇല്ല എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കും. രസം ചേച്ചി പലവട്ടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു 1.5 മണിക്കൂറില്ലാതെ തീരുകയല്ല, 1.5-2 മണിക്കൂറില്ലാതെ തീരുകയല്ല. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഒരു കുറ്റം അവരുടെ പറയാതെ കൃത്യമായി റോമാലേഖനത്തെ ബേസ് ചെയ്തുകൊണ്ട്
ക്ലിയറായിട്ട് സുവിശേഷം പങ്കുവച്ചു. ഞങ്ങൾ എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ സംസാരിച്ചു വന്നു, 1-2 മണിക്കൂർ സംസാരിച്ചു തോന്നുന്നു. മറ്റു പ്രാവശ്യം ഞങ്ങൾ നെടുമ്പാശ്ശേരി മുതൽ മണ്ണാർക്കാട് വരെ 2-2.5-3 മണിക്കൂർ നേരം ഇത് തന്നെ സംസാരിച്ചു. ഞങ്ങൾ അവസാനമായിട്ട് കാണുന്ന സമയത്ത് ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന ചേച്ചി, നിനക്കിപ്പോൾ പോണോ, നമുക്ക് കുറച്ച് നേരോട് വചനം പറഞ്ഞിട്ട് പോയാൽ പോരെ? ചേച്ചി പോയിട്ട് ബൈബിൾ എടുത്തുകൊണ്ട് വരിക. എവിടെ പറഞ്ഞിട്ടുണ്ട്, സജി നീ പറഞ്ഞ പോലെയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്, നീ പറഞ്ഞ പോലെയാണ് ഞാൻ ധ്യാനം ഞാൻ എൻ്റെ ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരെ തർക്കിച്ച്, അവഹേളിച്ച്, അപമാനിച്ച് പറയേണ്ടതല്ല സുവിശേഷം. യേശുവിനെ ഉയർത്തിയാൽ, ക്രിസ്തുവിനെ നിങ്ങൾ രംഗത്ത് കൊണ്ടുവന്നാൽ, പാപമോചന രംഗത്ത് കൊണ്ടുവന്നാൽ, അവരെ ഇടിച്ചു കളയാതെ, അവരെ അവഹേളിക്കാതെ കൊടുക്കേണ്ടത് കൊടുത്താൽ സുവിശേഷം സ്വാധീനിക്കാത്ത ഒരു വ്യക്തി ലോകത്തുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ പൗലോസിന്റെ ടെക്നോളജി നോക്ക്, പൗലോസ് പറയുകയാണ്, പൗലോസ് അവിടെ വേദിക്കല്ല് കണ്ടു, അജ്ഞാത ദേവൻ എന്ന് എഴുതിയ വേദിക്കല്ല് കണ്ടു. പൗലോസ് നോക്കൂ, പൗലോസ് പറയുകയാണ്, നിങ്ങൾ അറിയാതെ പൂജിക്കുന്നവർ ആരെയാണ്? ഒന്ന് വായിച്ചേ, 22-23 വാക്യം വായിച്ചേ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഡോക്ടറിന് നമുക്ക് അവിടെ കാണാം, ഡോക്ടറിനല്ല, ഒരു രീതി അവിടെ കാണാം. 22-23 വാക്യം. പൗലോസ് അരയോപകമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അധേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പൊ പൗലോസ് പറയാം, നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാനീ പറയുന്നേ. പൗലോസ് അവരെ അവഹേളിക്കാതെ, അവർ അറിയാതെ പൂജിക്കുന്ന പൂജ. നമുക്ക് പൂജ എന്ന് കേട്ടാ തന്നെ പേടിയാ, പൂജ എന്ന് കേട്ടാ തന്നെ നമ്മുടെ കയ്യും കാലം പറയും, ഒരു വല്ല പോരാട്ടം വരുമെന്ന് പേടി. ഒരിക്കൽ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു, സജി പാസ്റ്റർ തൃശ്ശൂരിൽ നിന്ന് അപമാനിച്ച് കടം വരുത്തി തൃശ്ശൂരിൽ നിന്ന് ഓടിക്കാനായി ഇന്ന സ്ഥലത്ത് വെച്ച് പൂജ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് നടക്കണം, നടന്നാൽ ഉറപ്പായിട്ട് ഞാൻ തൃശ്ശൂർ ഉണ്ടാവും. അപ്പൊ ഇവര് വിചാരിച്ചത് ഇത് കേട്ട വഴിക്ക് ഞാനങ്ങ് പേടിക്കുന്നു വിചാരിച്ചേ. ആ സ്ഥലമൊക്കെ എന്നോട് പറഞ്ഞു തന്നു, ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര ആളുകൾ ചേർന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന കാര്യം നടക്കുന്നു. ഈ പറഞ്ഞ ആൾ ഇവിടെ തൃശ്ശൂർ 1 കിലോമീറ്റർ അപ്പുറത്താണുള്ള ആളാണ് പറഞ്ഞത് കേട്ടോ. ലിൻസിക്ക് അറിയാം ആളാരാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ആളോട് നല്ല കാര്യം നടത്തട്ടെ, അവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനെ ഒന്നും ദൈവത്തെ ഓർത്ത് പേടിക്കരുത്. പൂജ എന്ന് കേട്ടാൽ, മന്ത്രവാദം എന്ന് കേട്ടാൽ, ആഭിചാരം എന്ന് കേട്ടാൽ ഏറ്റവും അധികം പേടി പെന്തക്കോസ്തുകാർക്കാണ്. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. അത് പൊളിയട്ടെ കർത്താവിന്റെ നാമത്തിൽ. ഇവിടെ പൗലോസ് പറയുകയാണ്, എന്താ പൗലോസ് പറഞ്ഞത്? നിങ്ങൾ പൂജിക്കുന്നവന് ഞാൻ പറയാം. എന്നിട്ട് പൗലോസ് എവിടേക്ക് കൊണ്ടുവരികയാണ്? പൗലോസ് അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരികയാണ്. 24 വാക്യം. ലോകവും അതിലുള്ളത് ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. നിങ്ങൾ ഈ കല്ലേൽ എഴുതി കൊത്തി പൂജിക്കുന്ന ദൈവത്തെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ അത് തന്നെയായി പറയുന്നേ. അപ്പൊ അവരെ മുറിക്കാതെ പൗലോസ് ഇവരെ ദൈവത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. എന്നിട്ട് പൗലോസ് എന്ന് പറഞ്ഞേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. അതുകൊണ്ട് അവരറിയാതെ അവരെ ചപ്പുകുറ്റി കടിക്കുക. എന്റെ ഭാഷ പറയാ, നിങ്ങൾ പൂജിക്കുന്ന ഈ കല്ല്, ഈ അജ്ഞാത ദേവൻ ഞാൻ പറയുന്ന ദൈവമാണ്. എവിടെ എന്താ പറയുന്നേ? ഈ കല്ലിനകത്ത് അവൻ ഇല്ലെന്ന്. കാരണം അവൻ അത്യുന്നതനായ ദൈവമാണ്, സകലത്തെ ഉണ്ടാക്കിയവനാണ്. അവൻ ഈ കല്ലി മാത്രമല്ല, ഒരു ക്ഷേത്രത്തിലും ഇല്ല. പൊളിഞ്ഞോ? അപ്പൊ അവരുടെ അകത്തുള്ള, അവരെ സ്വാധീനിച്ച് അവരെ ശ്രദ്ധിപ്പിക്കുക മാത്രമല്ല, അവരുടെ അകത്തുള്ള മനോഭാവത്തെ പൊളിച്ചോ. പൗലോസിന്റെ സുവിശേഷീകരണ മെത്തേഡ് നിങ്ങൾ കാണുന്നത് നല്ലതാണ്. 24 വാക്യമാണ് നമ്മൾ വായിച്ചത്. 25 വാക്യം വായിക്കേ. 25-26 വാക്യം വായിക്കേ. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പൊ അതിൽ കൂടെ പറഞ്ഞ എന്താ? നിന്റെ പൂജയൊന്നും അവന് വേണ്ടെന്ന്. പൊക്കിയിട്ട് ഏറ്റവും ഹയർ തലത്തിൽ വരെ കൊണ്ടുപോയിട്ട് ഉച്ചക്കിട്ടടിക്കാന്ന് പറയില്ലേ?
നിങ്ങൾ ഈ പറയുന്ന അജ്ഞാത ദേവനെയാ ഞാൻ പ്രസംഗിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതിന്റെ മുമ്പിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു കാട്ടായോ അവന് വേണ്ട. ആർക്ക്? യഥാർത്ഥ ദൈവത്തിന് വേണ്ട, സകലതിനെയും സൃഷ്ടിച്ചവന് വേണ്ട. രസകരമായി പൗലോസ് അവരകത്തേക്ക് ദൈവത്തെ കൊടുക്കുക. വായിച്ചോ, താഴേക്ക് വായിച്ചോ. ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. കേട്ടോ, അപ്പൊ ദൈവത്തെ കൊണ്ടുവരിക. അവൻ ആർക്കും അകന്നിരിക്കുന്നവനല്ലോ. ഞാൻ എല്ലാം കൂടെ വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പൗലോസിന്റെ സ്ട്രാറ്റജി നിങ്ങളുടെ അകത്തൊന്ന് കയറാൻ വേണ്ടി പറഞ്ഞു വന്നവാ. അവനിലല്ലോ നാം ജീവിക്കുന്നതും ചരിക്കുന്നതും. സത്യത്തിൽ ന്യൂക്രിയേഷൻ കൊണ്ടുവരിക പൗലോസ് അവിടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പൊ ദൈവം സർവജ്ഞാനിയാകിയാൽ സർവവ്യാപിയാകിയാൽ അവന്റെ അകത്താണ് ഈ പ്രപഞ്ചം മുഴുവൻ. പൗലോസ് പറയുകയാണ്, നാം അവനിലല്ലോ ജീവിക്കുന്നവ, അവനിലല്ലോ ചരിക്കുന്നവ. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അടുത്ത വാക്കം, നാം അവന്റെ സന്താനമല്ലോ. അപ്പൊ അവരുടെ കവിവര്യന്മാർ പറഞ്ഞത് അവരുടെ ചിന്തകളിൽ നിറഞ്ഞു വെക്കുന്നതിനെല്ലാം എടുത്തുകൊണ്ട് ഇത് മുഴുവൻ ദൈവത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് 30-ാം വാക്യം ഞാൻ ഒരു വാക്യം വിടുകയാണ്. വേണ്ട, അതുകൂടെ പറയാം. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയിലും സങ്കല്പം കൊണ്ട് കൊത്തിയുണ്ടാക്കിയ പൊന്ന്, വെള്ളി, കല്ല് എന്നിവയുടെ സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. കണ്ടോ? അപ്പൊ നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്. തുടങ്ങിയത് എവിടെന്നാ? തുടങ്ങിയത് വിഗ്രഹത്തെ അജ്ഞാത ദേവനെ കാണിച്ചോണ്ട്. നിങ്ങൾ ഈ പറയുന്ന ആളെയാ ഞാൻ ആരാധിക്കുന്നത് പറഞ്ഞ് തുടങ്ങിയേ. എന്നിട്ട് വെളിപ്പാട് പറഞ്ഞ് ലാസ്റ്റ് എവിടെ കൊണ്ടായി? എന്നാ മക്കൾ കല്ലിനെ ആരാധിച്ചോന്നല്ല പറഞ്ഞേ, ഇതിലൊന്നും ആരാധിക്കരുത്. കണ്ടോ? അപ്പൊ അവർക്ക് എതിര് പറയാൻ കഴിയാതെ വണ്ണം ഓരോ വാക്കുകളിലൂടെ അവരുടെ ചരിത്രമെടുത്ത് പൗലോസ് പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ അറിയാമയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം ദൈവം കൽപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞ എന്താ പറഞ്ഞേ? നിങ്ങളും മാനസാന്തരപ്പെടണമെന്ന്. എന്തിന്ന്? ഈ കല്ലിനെ ആരാധിക്കുന്നതിൽ നിന്ന്, ഈ മണ്ണിനെ ആരാധിക്കുന്നതിൽ നിന്ന്, ഈ അജ്ഞാത ദേവന്റെ പുറകെ പോകുന്നതിൽ നിന്ന്. എവിടെ ദേവനെ കൊണ്ടുവന്നോ? 31-ാം വാക്യം, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായവിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്താൽ നമുക്ക് ലഭ്യമായ നീതിയിലേക്ക് പൗലോസ് കല്ലിനെ ആരാധിക്കുന്നവരെ കൊണ്ടുവരിക. എത്ര രസമാണ് പൗലോസിന്റെ പ്രസംഗം. ഹലോ കർത്താവേ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ആശയം മനസ്സിലായോ? അർത്ഥം സുവിശേഷം സിമ്പിളാണ്. ഞാൻ ഒറ്റ വാക്കൂടെ പറഞ്ഞ് പാപമോചനം വിടുകയാണ്. 16-ാം അധ്യായത്തിൽ വായിക്കുന്നില്ല ഞാൻ ആ ഭാഗം. പൗലോസും ശീലാസും ജയിലിൽ കിടക്കുകയാണ്. അവർ ജയിലിൽ കിടന്നുകൊണ്ട് കർത്താവിനെ ആരാധിച്ചു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. പൗലോസിന്റെ കൂട്ടുതടവുകാർ വിടുവിക്കപ്പെട്ടു. പൗലോസും ശീലാസും സ്വതന്ത്രമാക്കപ്പെട്ടു. അവിടെ കാരാഗ്രഹപ്രമാണി ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? മറുപടി അറിയാവുന്നവർ പറഞ്ഞേ. എന്താ പറഞ്ഞേ? വേഗം പറ. നമ്മുടെ ടോപ്പിക് പുതിയ ഉടമ്പടിയിലേക്ക് നമ്മൾ വന്നില്ല. ഞാൻ അതിന്റെ ഒരു ഭാഗം തൊട്ടുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സുവിശേഷത്തിന്റെ ശക്തി പാപമോചനമാണ്. സുവിശേഷത്തിന്റെ ശക്തി പാപസ്വാതന്ത്ര്യമാണ്. സുവിശേഷത്തിന്റെ ശക്തി യേശു ക്രിസ്തുവിന്റെ മരണ അടക്കം ഉയർത്തെഴുന്നേൽപ്പുള്ള വിശ്വാസമാണ്. സുവിശേഷത്തിന്റെ ഗ്യാരണ്ടി നിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം, നിന്റെ കുടുംബത്തിന്റെ രക്ഷയാണ്. ആരെങ്കിലും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവരുണ്ടെങ്കിൽ ഈ വാക്യം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള വചനപ്രകാരം എൻ്റെ കുടുംബത്തെ അങ്ങ് രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ തലമുറയെ അങ്ങ് രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് പ്രകാരം? ഈ വചനപ്രകാരം. വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. ഒന്ന്, പുതിയ നിയമത്തിന്റെ പ്രാധാന്യത്തിൽ ഒന്ന് പാപമോചനം.
ഞാൻ അതാണ് ഇത്ര നേരം പറഞ്ഞത്. സുവിശേഷം സിമ്പിളാണ്. അതിനെ നിങ്ങൾ കുറേ ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് അനാവൃതമാക്കരുത്. സുവിശേഷത്തെ വികലമാക്കരുത്. 1. 2, ഇനി നമ്മൾ പഠിച്ച രണ്ടാമത്തെ ഭാഗം അബ്രഹാമിനോടും ദാവീദിനോടും ചെയ്ത വാഗ്ദത്തങ്ങൾ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ നിവർത്തിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെയാണ് ന്യൂ കവനന്റ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് കേട്ടോ. ഇവിടെയാണ് പുതിയ ഉടമ്പടി ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഭാഗം വരുന്നത്. ശ്രദ്ധിക്കണേ, പാപമോചനം എന്നതിനപ്പുറം. ഈ പാപമോചനം മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? യേശുക്രിസ്തു നിങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു, രണ്ടാമത് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വരും, ഇത് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? പോരാ. 1-ാം നൂറ്റാണ്ടിലെ സഭ പ്രസംഗിച്ച പ്രസംഗത്തിനകത്ത് അബ്രഹാമിനോടും ദാവീദിനോടും ചെയ്ത ഉടമ്പടിയുടെ നിവർത്തിയാണ് യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനം എന്ന് പഠിപ്പിച്ചിരുന്നു. കാരണം അവരോട് പറഞ്ഞ വാഗ്ദത്തം മുഴുവൻ നമ്മുടേതാണ്. ഇവിടെയാണ് നമ്മൾ പാപമോചനം നിത്യതയ്ക്ക് ആധാരമാണ്. പാപമോചനം നമ്മെ നിത്യവിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പാപമോചനം നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് മടത്തുന്നതാണ്. പാപമോചനം നമ്മളെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നാൽ ഉടമ്പടിയുടെ വെളിപ്പാട് നമ്മെ വാഗ്ദത്തങ്ങൾ അനുഭവിക്കാൻ പ്രാപ്തരാക്കുന്നതാണ്. ഞാനിങ്ങനെ ഓരോ വാക്കുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ, വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിനകത്ത് ഇട്ടാൽ ഞാൻ ആ ഭാഗം വിശദീകരിക്കണമെങ്കിൽ ഒന്നുകൂടെ വിശദീകരിച്ച് പോകാം. നമുക്ക് സഭയുടെ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ നമുക്കത് കാണാം. പാപമോചനം കണ്ടതുപോലെ തന്നെ നമുക്ക് ചില വാക്യങ്ങളിലൂടെ 2-3 വാക്യങ്ങളിലൂടെ കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കാം. എടുക്കൂ നിങ്ങൾ 2-ാം അധ്യായത്തിന്റെ 33, 34, 35, 36 വാക്യങ്ങൾ വായിച്ചേ. പ്രവർത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 33, 34, 35, 36 വാക്യങ്ങൾ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു വന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തം യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ നിവർത്തിക്കപ്പെട്ടു എന്നത് 1-ാമത്തെ പ്രസംഗമാണ്. അപ്പൊ പാപമോചനം മാത്രമല്ല അവർ പ്രസംഗിച്ചത്, ദാവീദ്യ ഉടമ്പടിയുടെ നിവർത്തിയാണ് യേശുവിന്റെ ഉയർപ്പ്. യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന സങ്കീർത്തനം 2-ലെ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടത്. ആ പുത്രനോട് പറഞ്ഞേ, നീ എന്റെ പുത്രൻ, ചോദിച്ചുകൊള്ളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. കണ്ടോ, ഇപ്പൊ അവകാശം മാറും, നിങ്ങളുടെ അധികാരം മാറും. എപ്പോൾ? പുത്രൻ എന്ന വെളിപ്പാടിലേക്ക് നിങ്ങൾ വളരുമ്പോൾ. അപ്പോൾ ഇവിടെ ദാവീദ്യ ഉടമ്പടിയുടെ നിവർത്തിയാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇവിടെ എന്താ ചെയ്തത്? പൗലോസ് പത്രോസ് അവ എടുത്തു പറഞ്ഞ ശേഷം 36-ാം വാക്യം, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന്. ശ്രദ്ധിക്കണേ, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം ആരാക്കി? കർത്താവാക്കി. ക്രിസ്തുവുമാക്കി വെച്ചു. ആരാക്കി? കർത്താവാക്കി. ആരാ കർത്താവ്? കർത്തൃത്വം നടത്തുന്നവൻ. ഹലോ, നമ്മൾ ഈ കർത്താവ് എന്ന് വിളിക്കും. യേശു അല്ല, നമ്മൾ യേശുവിനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ആരാധിക്കുമ്പോൾ കർത്താവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും കർത്തൃത്വത്തിന് വിധേയപ്പെടുന്നുണ്ടോ? അവൻ നമ്മളെ ഭരിക്കുന്നുണ്ടെന്നുള്ള വെളിപ്പാട് വരുന്നുണ്ടോ? നിങ്ങളുടെ കൈക്കകത്ത് ലഭ്യമായ ഭരണത്താൽ നിങ്ങൾ അവനെ ക്രൂശിച്ചെങ്കിൽ
അവനെ പിതാവാം ദൈവം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇപ്പോൾ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ അവനാണ് കർത്താവ്. എന്താ കർത്താവ്? കർത്തൃത്വം നടത്തുന്നവൻ, ഭരിക്കുന്നവൻ, രാജാവ്. ഞാൻ ഒന്നുകൂടെ പറയാം, രാജാതി രാജാവ് അവനാണെന്ന്. ഇപ്പൊ നിങ്ങളെ അവനാണ് ഭരിക്കുന്നവൻ. അവൻ കർത്താവ് മാത്രമല്ല, അവൻ ക്രിസ്തുവാണ്. ക്രിസ്തു ആരാണ്? അനോയിന്റഡ് വൺ. അവനാരാണ്? മശികയാണ്. അവനാരാണ്? ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവനാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിനകത്തേക്ക് യേശുവിനെ കൊടുക്കുക. നിങ്ങൾ ക്രൂശിച്ചില്ലേ? ഈ യേശു കർത്താവാണ്, ക്രിസ്തുവാണ്, ദാവീദിനോട് ചെയ്ത ഉടമ്പടിയുടെ നിവർത്തിയാണ്. അർത്ഥാൽ പത്രോസിന്റെ പ്രസംഗപ്രകാരം യേശു ക്രിസ്തു ദാവീദിന്റെ പുത്രനായി ഇപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? ന്യൂ കവനന്റിൽ അവൻ ഇപ്പോൾ ദാവീദിന്റെ പുത്രനാണ്. അവൻ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. ഇനി അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഈ ഭൂമിയെ വാഴും. ഇപ്പോൾ അവൻ സിംഹാസനത്തിലിരിക്കുകയാണ്. അവൻ ദാവീദിന്റെ പുത്രനാണ്. കണ്ടോ? അപ്പൊ ഒന്നാമത്തെ പ്രസംഗത്തിൽ ദാവീദ്യ ഉടമ്പടിയുടെ നിവർത്തിയാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിക്കുകയാണ്. മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. രണ്ടാമത്തെ പ്രസംഗം, മൂന്നാം അധ്യായത്തിന്റെ 12 വാക്യം മുതൽ രണ്ടാമത്തെ പ്രസംഗം അതിന്റെ 12 വാക്യം തൊട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിന്റെ 16, 15, 16 വാക്യങ്ങളൊക്കെ എടുത്ത് 15, 16 വാക്യം 18 വാക്യത്തിലേക്ക് നമുക്ക് വരേണ്ടത്. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാവുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. അപ്പൊ പാപമോചനം മാത്രമല്ല, സുവിശേഷത്തിലൂടെ ആരോഗ്യമുണ്ട്, സൗഖ്യമുണ്ട്. അപ്പൊ സുവിശേഷത്തിലൂടെ ആരോഗ്യവും സൗഖ്യവും അനുഗ്രഹവും ലഭ്യമാണെന്ന് തെളിയിക്കാൻ 1-ാം നൂറ്റാണ്ടിലെ സഭ എടുത്തത് കവനന്റിലെ ഉടമ്പടിയിലെ വാഗ്ദത്തങ്ങളാണ്. കേൾക്കുന്നുണ്ടോ? പാപമോചനം യേശുവിന്റെ മരണത്താൽ യാഗമരണമാണ്. അപ്പോൾ യേശുവിന്റെ മരണം യാഗമരണമാണ്, യേശുവിന്റെ മരണം ഉടമ്പടി മരണമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന വാക്യമാണത്. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. 3-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ഇപ്പോൾ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അപ്പൊ സഭയിലൂടെയാണ് സ്വർഗത്തിലെ വാഴ്ചകൾ, സ്വർഗത്തിലെ അധികാരങ്ങൾ, ദൈവത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം ഡിസ്പ്ലേ ചെയ്യാൻ, പ്രദർശിപ്പിക്കാൻ, വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് സഭ. എന്റെ കർത്താവേ, ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ സൃഷ്ടികളായ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തുറന്നുകൊടുക്കാൻ ദൈവം ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന ഒന്നാണ് സഭ. അർത്ഥാൽ നമ്മൾ ആരാ സഭ? രക്ഷിക്കപ്പെട്ടവരവൻ ദിനം പ്രതി, കർത്താവ് ഇവരൊരാളൊന്നും മിണ്ടുന്നില്ലല്ലോ, രക്ഷിക്കപ്പെട്ട ദിനം പ്രതി സഭയോട്. അപ്പൊ സഭ എന്നാൽ എന്താ? ദൈവത്തിന്റെ ജ്ഞാനം പ്രദർശിപ്പിക്കുന്നവരല്ലേ സഭ. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
എത്ര മഹത്വകരമാണ് സഭയുടെ പദവി എന്ന് അറിയുന്നുണ്ടോ? എത്ര ശ്രേഷ്ഠകരമാണ് നമ്മുടെ പൊസിഷൻ എന്ന് അറിയുന്നുണ്ടോ? എന്താ പൗലോസ് പറഞ്ഞത്? സഭയ്ക്ക് ഉടമ്പടിയിലൂടെ, അബ്രഹാമ്യ ദാവീദ്യ ഉടമ്പടിയുടെ നിവൃത്തിയായിട്ട് പാപമോചനം മാത്രമല്ല, നിങ്ങൾക്ക് ആരോഗ്യം നൽകിയിരിക്കുന്നു. 3:18. ഇനി നിങ്ങൾ അതിന്റെ 3:25 വന്ന് 3:25-26 വായിച്ച്. ഭൂമിയിലെ സകല വംശങ്ങളും 3:25-26 ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. അപ്പൊ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെയും പ്രവാചകന്മാരെ മക്കൾ നിങ്ങളാണെന്ന്. അപ്പൊ നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ പ്രത്യേകത എന്താ? നിങ്ങൾ മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. ഇത് ആരോട് പറഞ്ഞതാ? അബ്രഹാമിനോട് പറഞ്ഞതാണ്. അപ്പൊ ആ ഉടമ്പടി യേശുവിൽ നിവർത്തിക്കപ്പെട്ടു. സകല ജനത്തിനും ഭൂമിയിലെ സകല വംശങ്ങൾക്ക് അനുഗ്രഹമുണ്ടോ? സന്തതി മുഖാന്തരം. കർത്താവേ, ആ സന്തതി യേശുവല്ലേ? ആ യേശുവിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിനാൽ ഇപ്പോൾ നിങ്ങൾ സന്തതികളാണോ? ഗലാത്യലേഖനം 3:29 നിങ്ങൾ ഇപ്പോൾ അബ്രഹാമിന്റെ സന്തതിയാണ്. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ നിങ്ങളുടെ നാടിന്റെ അനുഗ്രഹം നിങ്ങളിലൂടെയാണോ? കർത്താവേ, ആരെങ്കിലും ഇതൊരാൾ വിശ്വസിക്കാവോ? നിങ്ങൾ മുഖാന്തരം. എനിക്കറിയില്ല നിങ്ങളുടെ അകത്തത് വിശ്വാസയോഗ്യമായി വരുമോ എന്ന് എനിക്കറിയില്ല. ബൈബിൾ പറയുന്നു നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്. ഗലാത്യലേഖനം 3:29. പ്രവൃത്തി ദിവസം 3:25 ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത പിതാക്കന്മാരുടെ ചെയ്ത ഉടമ്പടിയുടെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങളാണ്. അപ്പോൾ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്ത സന്തതി ആരാ? ഗലാത്യർ 3:16 ആ സന്തതി ക്രിസ്തുവാണ്. ഗലാത്യർ 3:29 ആ സന്തതി നിങ്ങളാണ്, ഞാനാണ്. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. സൗകര്യം വിശ്വസിച്ചു ഇല്ല, ഞാൻ പാപിയാണ്, പുഴുവാണ്, മെത്തയാണ്, ചത്തയാണ് എന്നും പറഞ്ഞ് അവിടെ ഇരുന്നു. അവിടെ ഒരു വാക്യം കിട്ടിയപ്പോൾ പഴയ നിയമത്തിൽ ഞാൻ പുഴുവാണ്, കൃമിയാണെന്ന് അതും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പൊടിയാണ്. പൊടിയായതുകൊണ്ട് ഈ പിശാച് വന്ന് പാമ്പ് വന്ന് നക്കുന്നേ. നിങ്ങൾ പൊടിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പാമ്പ വഴിക്ക് തന്നെ വരും. ആരാ? ദൈവം പാമ്പിന് കൊടുത്ത ഭക്ഷണമാണ് പൊടി. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കും മൊത്തം പറയാ, കർത്താവേ ഞാൻ പൊടിയാണ്. ഇത് പിശാച് കേട്ടോണ്ടിരിക്കുക. നീ പൊടിയാണോ? എന്നാ ഞാൻ നിന്നെ നക്കിയിട്ട് തന്നെ കാര്യം. വെറുതെ പാമ്പിനെ വിളിച്ച് കയറ്റരുത്. എവിടെ പറയാ പാശ ഒന്ന് പ്രാർത്ഥിക്കണം പോരാട്ടം അഴിഞ്ഞു പോകാൻ. പാമ്പ് പറയും ഞാൻ പോവുകയല്ല, കാരണം ഇവൻ പൊടിയാ. നീ തിരിച്ചു പറ, ഞാൻ പൊടിയല്ല, ഞാൻ നീതീകരിക്കപ്പെട്ടവളാണ്, ഞാൻ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മറുവിലയാണ്. ഇതൊന്നും പറയല്ലോ. ഇതൊന്നും പറയല. ഞാൻ പൊടിയാണ് എന്ന് പറഞ്ഞ് സ്വന്തം പറയാൻ പറഞ്ഞാൽ ഇപ്പൊ കിടന്ന് പൊടിയും. ഇപ്പൊ വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞെങ്കിൽ വരും. പോരാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. ആരൊരാൾ ലീവായി പോയി. കർത്താവേ കൃപ, സ്തോത്രം. ദൈവത്തെ ഓർത്ത് പറയരുത് നിങ്ങൾ പൊടിയല്ല, നിങ്ങൾ കൃമിയല്ല. കൃമിയാകും. നിങ്ങൾ ഇന്ന് മരിച്ചാൽ 3-4 ദിവസത്തിനുള്ളിൽ കൃമിയാവും. പക്ഷെ നിങ്ങൾ കൃമിയല്ല, നിങ്ങളെ കൃമിയായിരിക്കും. അത് ശരീരത്തെയാ, നിങ്ങളെ അല്ല. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ്. നിങ്ങൾ ദാവീദിന്റെ സന്തതിയായ ക്രിസ്തുവിന്റെ അകത്താണ്. ക്രിസ്തുവിനെ അവർ രാജാവാക്കിയെങ്കിൽ പത്രോസ് പറയുകയാണ് നിങ്ങൾ ഇപ്പോൾ രാജകീയ പുരോഹിത വർഗമാണ്. നിങ്ങൾ രാജാക്കന്മാരാണ്. അത് എപ്പോഴാകുന്നത്? അവന് വേണ്ടി നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുക. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള പൗരോഹിത്യം ഓപ്പണാകും, നിങ്ങളുടെ അകത്തുള്ള രാജ്യത്വം ഓപ്പണാകും, നിങ്ങളുടെ അകത്തുള്ള പുത്രത്വം ഓപ്പണാകും. ഉടമ്പടിയിലൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ദൈവം സൗജന്യമായി തന്നിരിക്കുകയാണ്. അപ്പൊ ഉടമ്പടിയിലൂടെ നിങ്ങൾ പുത്രന്മാരാണോ? ഉടമ്പടിയിലൂടെ നിങ്ങൾ രാജാക്കന്മാരാണോ? ഉടമ്പടിയിലൂടെ നിങ്ങൾ പുരോഹിതന്മാരാണോ? ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? കവനന്റിന്റെ പ്രത്യേകത, കവനന്റ് ചെയ്ത ദൈവത്തിന് കവനന്റിൽ നിന്ന് മാറാൻ പറ്റില്ല. ഒരു വ്യക്തി കവനന്റ് ചെയ്യപ്പെട്ട കവനന്റിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ അതുപോലെ പിളർത്തണം.
ഒന്നാമത് ദൈവം വിശ്വസ്തനാണ്, ദൈവത്തിന് വാക്ക് പറയാൻ പറ്റുകയില്ല. രണ്ടാമത് ദൈവം നിന്നോട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്, നീ ഉടമ്പടിയുടെ സന്തതിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറയ്ക്കുക, നിന്റെ ജീവിതം തകരാനുള്ളതല്ല, നിന്റെ ജീവിതം ഉടയാനുള്ളതല്ല, നീ രോഗിയായി കിടക്കാനുള്ളവളല്ല, നിന്റെ കുടുംബത്തിൽ തലമുറകൾ നോക്കിയ നശിക്കാനുള്ളതല്ല. ഭൂമിയിലെ സകല ജാതികൾക്കും നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം വരില്ലേ? 3:25 എന്താ? ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നാട്ടുകാർ മൊത്തം അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടില്ലേ? ഹലോ, നാട്ടിലെ തലമുറകൾ മുഴുവൻ ദൈവത്തോടും നിന്റെ തലമുറത്തോടില്ലേ? നാട്ടിലെ കുടുംബങ്ങളെ മുഴുവൻ ദൈവം അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കില്ലേ? ദൈവവചനത്തിലെ മേത്തരമായ മേധസ്സുകൾ കണ്ട് അതിനെ അയവറക്കുക. അവന്റെ ഉടമ്പടി മരണം പാപമോചനം നൽകി, പാപക്ഷമ നൽകി, പാപ സ്വാതന്ത്ര്യം നൽകി. തിരുവചനത്തിനകത്തുള്ള അനുഗ്രഹങ്ങളുടെ മുഴുവൻ അവകാശിയായി ഞാൻ മാറി. ഞാൻ ആരോഗ്യം എന്റെ അവകാശമാണ്, അനുഗ്രഹം എന്റെ അവകാശമാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, ഞാൻ മുഖാന്തരം എന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും. ഒന്ന് പ്രഖ്യാപിക്കാമെങ്കിൽ പ്രഖ്യാപിച്ചു കേട്ടോ, ഒന്ന് പറയാമെങ്കിൽ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു കേട്ടോ. ഞാൻ ബൈബിളിലെ അടിസ്ഥാന വാക്യങ്ങൾ നിരത്തി വെച്ചാണ് ഇന്ന് രാത്രി പറയുന്നത്. നിങ്ങളൊരു അനുഗ്രഹമാണ്, നിങ്ങളുടെ തലമുറ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ ക്രിസ്തുവിലാകിയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ധൈര്യത്തോടെ പറ. ഇനി നിങ്ങൾക്ക് ചോദിക്കാം, ഭൂമിയിലെ സകല വംശങ്ങളും 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ ഉടമ്പടിയുടെയും പ്രവാചകന്മാരുടെ മക്കൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടവൻ അവനെ അയച്ചിരിക്കുന്നു. അപ്പൊ യേശുവിനെ അയച്ചത് എന്തിനാ? നിന്നെ അനുഗ്രഹിക്കേണ്ടവനാന്ന്. നിന്റെ അകൃത്യമല്ല നിന്നെ ശാപമാക്കിയേ. ഇന്ന് രാവിലെ നമ്മുടെ സിസ്റ്റർ ചോദിച്ചു, ശാപം പൊട്ടിച്ച് അനുഗ്രഹമാക്കണോ? യേശു വന്നതും നിന്റെ അകൃത്യങ്ങളിൽ നിന്ന് നിന്നെ തിരിക്കാനാണ്. അവൻ വന്നതും നിന്നെ അനുഗ്രഹിക്കാനാണ്. ഒരാളും അനുഗ്രഹിക്കണ്ട, നിന്റെ മേൽ അനുഗ്രഹം ഉണ്ട്. ആ ഡീഡ്, ആ വചനത്തിലെ വചനത്തിന്റെ ആ ആധികാരിക സത്യം വിശ്വസിക്കാമോ? ന്യൂ കവനന്റിന്റെ മഹത്വം നിങ്ങൾ അറിയണം കേട്ടോ. ഞാൻ ഒറ്റ വാക്യോടെ കാണിച്ച് ഞാൻ നിർത്തുകയാണ്. 13-ാം അധ്യായത്തിന്റെ 30, 31, 32, 33 വാക്യം വായിച്ച്. 13-ാം അധ്യായത്തിന്റെ 30, 31, 32 വാക്യങ്ങൾ വായിച്ച്. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്തത്, അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുൻപാകെ അവന്റെ സാക്ഷികളാവുന്നു. അടുത്തത്, ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു. അപ്പൊ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിച്ചതാണ്. ഇവിടെ എന്താണത് എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. അടുത്ത വാക്ക് വായിക്കും, 33-ാം. ഇത് എന്നോടാണെന്നൊക്കെ ഒരു വെളിപ്പാടിൽ ഒന്ന് വായിച്ചോളൂട്ടോ. 33-ാം വായിക്കേ, ഒന്ന് വായിച്ചേ. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ആ 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയ പുത്രൻ ജനിച്ചത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. കർത്താവേ കൃപ. ശരിയായോ? 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തമാണ്. അത് നടന്നത് യേശുവിന്റെ ഉയർപ്പിനാലാണ്. ബൈബിൾ പറഞ്ഞ കാര്യമല്ലേ? ആണോ? ആ പുത്രൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളകത്ത് തന്നതിനാൽ നിങ്ങളിപ്പോൾ പുത്രന്മാരാണോ? ആണോ? നിങ്ങളിൽ പുത്രത്വം വളരുന്നുണ്ടോ? സൺഷിപ്പ് വളരുന്നുണ്ടോ? പുത്രത്വത്തിന്റെ ആത്മാവുണ്ടോ? അഡോപ്ഷന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. അപ്പൊ 2-ാം സങ്കീർത്തനത്തിലെ വാക്യം ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. 2-ാം സങ്കീർത്തനം വന്ന് 2-ാം സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യം. ആ വാക്യം തന്നെയാണോ നോക്കിയേ? 2-ന്റെ 7 വായിച്ചേ. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈ വാക്യമല്ലേ 13-ാം പ്രവൃത്തി 13-ൽ എടുത്തു ധരിച്ചത് പത്രോസ്? അപ്പൊ നീ എന്റെ പുത്രനാണ്. റെഡിയായോ?
നീ എന്റെ പുത്രൻ, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. വാക്യം കറക്റ്റ്. പ്രവൃത്തി 13:32. അടുത്ത വാക്യം വായിക്കേ. എന്നോട് വായിച്ചില്ല. 8-ാം വാക്യം. എന്നോട് ചോദിച്ചു കൊള്ളുക. എന്നോട് ചോദിക്കുക. ആര്? ഞാൻ. ഞാൻ. ആ വാക്യപ്രകാരം 3:7 പ്രകാരം ഞാൻ ജനിപ്പിച്ച പുത്രൻ എന്നോട് ചോദിക്കുക. ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഞാൻ നിനക്ക്. ആർക്ക്? യഹോവയാം ദൈവം ജനിപ്പിച്ച പുത്രനോട് പറയുകയാണ്, നീ എന്നോട് ചോദിച്ചോ, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരാം, ഞാൻ നിനക്ക് ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാം. ഇത് യേശുവിൽ നിവർത്തിക്കപ്പെട്ടതാണോ? കർത്താവേ കൃപ. ആണോ? ആ യേശു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതിനാൽ ഇപ്പോൾ അവൻ എന്റെ മേൽ പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നതിനാൽ യേശുവിനോട് പറഞ്ഞ ഈ പ്രവചന നിവർത്തി എന്നിലൂടെയല്ലേ നിവർത്തിക്കപ്പെടുന്നത്? അതുകൊണ്ടല്ലേ പറയാം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെടുക, സകല ജാതികളെയും ശിഷ്യരാക്കുക. പറഞ്ഞോ കർത്താവ്? അങ്ങനെയെങ്കിൽ പുത്രന്റെ അവകാശമല്ലേ ജാതികൾ? പുത്രന്റെ അവകാശമല്ലേ ഭൂമിയുടെ അറ്റം കൈവശമാക്കുന്നത്? നിങ്ങളുടെ അകത്ത് പുത്രത്വം വളരുന്നുണ്ടോ? നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവാണോ? പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്ന ഉടമ്പടിയാലല്ലേ? ന്യൂ കവനന്റ് പറഞ്ഞപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? യെരമ്യാവ് യെഹെസ്കേൽ പ്രവചനത്തിൽ ന്യൂ കവനന്റിന്റെ വാഗ്ദത്തം ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ എന്റെ ആത്മാവിനെ അവരകത്ത് പകരും, ഞാൻ അവർക്കൊരു പുതിയ ഹൃദയം നൽകും, ഞാൻ നിർമ്മല ജലം തളിക്കും. കണ്ടോ? ഞാൻ നിർമ്മല ജലം തളിച്ച് എന്റെ ആത്മാവിനെ അവരെ മേൽ പകർന്ന് ഞാൻ അവർക്ക് പുതിയ ഹൃദയം പകർന്ന് ഞാൻ അവരെ എന്റെ ചട്ടങ്ങളിൽ നടത്തും. അർത്ഥാൽ നമ്മെ അവനെ പോലെ ആക്കുവാൻ അവൻ അവന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് തന്നു. എന്നെ അവൻ പുത്രനാക്കി, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അവൻ എന്നെ അനുരൂപരാക്കി നിർത്തുമ്പോൾ അവിടെ പറയുന്നത് എന്റെ വ്യക്തിപരമായ സാൽവേഷൻ മാത്രമല്ല, ന്യൂ കവനന്റിന്റെ പ്രത്യേകത, അവൻ എന്നെ ഇവിടെ ഇറക്കി നിർത്തിയിരിക്കുന്നത് അവന് പ്രതിപുരുഷനായിട്ടാണ്, അവന്റെ അംബാസിഡർ ആയിട്ടാണ്, അവന്റെ സ്ഥാനാപതിയായിട്ടാണ്. എന്നിട്ട് പറയാം, നീ ചോദിക്കണ ജാതികളെ ഞാൻ അവകാശമായി തരാം, നീ ചോദിക്കണ ഭൂമിയുടെ അറ്റങ്ങളെ ഞാൻ കൈവശമായി തരാം. ഇന്ന് രാത്രി അവന്റെ ഹിതം മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ അകത്ത് അവൻ ആ പുത്രത്വം തുറക്കുക. നീ പുത്രനാണ്, നീ പുത്രിയാണ്. നമ്മൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കാം, ചോദിച്ച കാര്യങ്ങൾ നടക്കാതെ പോയിരിക്കാം. ഒരിക്കലും ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാതിരിക്കുകയില്ല. ഒരുപക്ഷെ പുത്രത്വത്തിൽ നിങ്ങൾ വളരാതെ വളർന്നുവെന്ന ചിന്തയിൽ ചോദിച്ചിരിക്കാം. ഇന്ന് രാത്രി നമുക്കത് തിരിച്ചു പറയാം. അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും പ്രയോജനമുള്ളവനല്ല. പക്ഷേ എന്നെ പുത്രത്വത്തിൽ രക്ഷയ്ക്കായി വളർത്തുന്ന എൻ്റെ അപ്പനുണ്ട്, അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു, 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. ഈ സന്ദേശത്തിന്റെ സമാപന മിനിറ്റുകളിൽ ഉടമ്പടിയുടെ വാക്തത്വമായി അവൻ നിങ്ങളെ അവനെ പോലെ വളർത്തി. എത്ര വലിയ പ്രശ്നത്തിനകത്താണ് നീയെങ്കിലും, എത്ര വലിയ ഞെരുക്കത്തിനകത്താണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിക്കകത്താണെങ്കിലും ഒന്ന് കരമടിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തത് തുറക്കുവാൻ കരുത്തുള്ളവനാണ്. എല്ലാ അടിമത്തത്തിന്റെ ആത്മാവിനെയും, എല്ലാ ഭയത്തിന്റെ ചിന്തകളെയും, എല്ലാ നിരാശകളെയും, എല്ലാ സങ്കുചിത മനോഭാവങ്ങളെയും, എല്ലാ അകൽച്ചകളെയും എടുത്തു മാറ്റി നിന്റെ അകത്ത് പുത്രത്വത്തിന്റെ ആത്മാവിനെ തുറന്ന് ശാഖാരാധന വൈഡപ്രൗഢമനഘടകമന നിന്നെ പുത്രത്വത്തിൽ വളർത്തി, നിന്നെ പുത്രത്വത്തിന്റെ മഹിമയിൽ നിർത്തി രാജ്യങ്ങൾക്ക് അവൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. റാഖനാഥനാഥന നിന്റെ അകത്ത് പുത്രത്വം അവൻ വളർത്തും. കരമടിച്ച് നന്ദി പറയാമെങ്കിൽ പറഞ്ഞു. 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. ലാംദൽ ഘടകവൻ ഇപ്പോൾ നിങ്ങളുടെ മേലെ പുത്രത്വത്തിന്റെ സ്പിരിറ്റിന്റെ ദൈവാത്മാവ് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മനസ്സിനകത്തുള്ള വേദനകള്, ഭാരങ്ങള്, നിരാശകള്, തകർച്ചകള്, എനിക്ക് ആരുമില്ലല്ലോ എന്ന ഏകാന്തതകൾ ഇന്ന് രാത്രി പൊളിച്ചു കളയുന്ന
പരിശുദ്ധാത്മാവേ അത് തുറക്കപ്പ, അത് തുറക്കപ്പ, അത് തുറന്നു വരട്ടെ, അത് തുറന്നു വരട്ടെ. മൂടുപടങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ അങ്ങ് പൊളിച്ചു മാറ്റണമേ. എല്ലാ അകൽച്ചകളെയും ഇന്ന് രാത്രി പൊളിച്ചു മാറ്റണമേ. എല്ലാ വേദനകളെയും വളഞ്ഞ വഴികളെന്ന് ചിന്തിക്കുന്ന ചിന്തകളെയും ദൈവം എന്നോട് മിണ്ടുന്നില്ല, എനിക്ക് ദൈവം ചതിക്കുന്ന തോടുപോലെയാണ് പലവിധമാകുന്ന മനോഭാവങ്ങളും ചിന്തകളും ഭാരങ്ങളും നിരാശകളും അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഇവരെ ഇന്ന് രാത്രി അങ്ങയുടെ ആത്മാവ് തൊടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിറഞ്ഞു വരട്ടെ അപ്പ, പുത്രത്വത്തിന്റെ ആത്മാവിനാൽ ഇവർ നിറയട്ടെ അപ്പ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് തുറന്നു വരട്ടെ, ഇന്ന് രാത്രി അത് തുറന്നു വരട്ടെ. കഷ്ടമനുഭവിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച പുത്രൻ തമ്പുരാൻ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് മാർഗദർശിയായി നിൽക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളുടെ നടുവിൽ, ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന പുത്രത്വത്തിന്റെ മഹിമ മനസ്സിലാക്കി ധൈര്യത്തോടെ നിൽക്കുവാൻ, അതിൽ വളരുവാൻ ഞങ്ങളുടെ മേൽ കൃപ പകരണമേ. ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ലക്ഷ്യം ഇന്ന് രാത്രി ഒന്നുകൂടെ ശക്തി പ്രാപിക്കട്ടെ. ഇവരുടെ മേലുള്ള ദൈവിക പർപ്പസുകൾ ഒന്നുകൂടെ തുറന്നു വരട്ടെ. ഇവർ താമസിക്കുന്ന ദേശത്തിന്, ഇവർ താമസിക്കുന്ന കുടുംബത്തിന്, ഇവർ താമസിക്കുന്ന പട്ടണത്തിന്, ഇവർ താമസിക്കുന്ന ജില്ലക്ക്, ഇവർ താമസിക്കുന്ന സംസ്ഥാനത്തിന്, ഇവർ താമസിക്കുന്ന കൗണ്ടികൾക്ക്, ഇവർ താമസിക്കുന്ന രാജ്യങ്ങൾക്ക് ഇവർ അനുഗ്രഹമാകട്ടെ. ഷാദാന അങ്ങനത്തെ ഒരു ബ്ലെസ്സിങ്ങിന്റെ തലം ഇവരെ മേൽ തുറന്നു വരാൻ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങളുടെ പാപമോചകനാണ്. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് പാപത്തിൽ സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. യേശുവേ, ഞങ്ങളെ അങ്ങ് അനുഗ്രഹമാക്കുന്നവനാണ്. യേശുവേ, അങ്ങ് ഞങ്ങളെ അങ്ങയെപ്പോലെ വളർത്തുന്നവനാണ്. ഞങ്ങൾ അവൻ അങ്ങേക്ക് ഇന്ന് രാത്രി നന്ദി പറയുകയാണ്. ഞങ്ങൾ ഇനി ശാപമല്ല, ഞങ്ങൾ ഇനി തള്ളപ്പെട്ടവരല്ല, ഞങ്ങൾ ഇനി ചതഞ്ഞ ഓടയല്ല, ഞങ്ങൾ ഇനി പുകയുന്ന തിരിയല്ല. കർത്താവേ, അങ്ങ് ഞങ്ങളെ ജ്വലിപ്പിക്കുന്നവനാണ്. ദേശങ്ങൾക്ക്, പട്ടണങ്ങൾക്കും രാജ്യങ്ങൾക്കും ഒരു വെളിച്ചമായി മാറട്ടെ. അല്ല കർത്താവ്, ഇവരെ കുടുംബത്തിനകത്ത് തുറന്നു വരേണ്ട നന്മകളും അനുഗ്രഹങ്ങളും വാതിലുകളും അങ്ങ് ഭരിക്കുന്ന ഭരണാധികാരിയായാൽ ഇപ്പോൾ അവരെ മേൽ റിലീസാകാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നീതിമാന്മാരുടെ അവകാശങ്ങളുടെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴുകില്ലെന്ന വചനമാണെങ്കിൽ ഇപ്പോൾ ചെങ്കോലുകൾ, ദുഷ്ടന്റെ ചെങ്കോലുകൾ ഇന്ന് രാത്രി എടുത്തു മാറ്റപ്പെടുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. സംഭവിക്കട്ടെ അത്. പിശാച് വെച്ച ബന്ധനങ്ങൾ, പിശാച് കെട്ടിവെച്ച കെട്ടുകൾ, അവൻ ഒരുക്കി വെച്ച ചതികൾ കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി പറഞ്ഞു മാറി ഈ കുടുംബങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. പുതിയ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളും മഹത്വങ്ങളും അങ്ങ് ഇവരെ മേൽ തുറക്കണമേ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു, ഓരോരുത്തരെ ബ്ലസ് ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചസ്സുകൾക്കായി സ്തോത്രം, ഞങ്ങൾ ഇടപെട്ട നല്ല വെളിപ്പാടുകൾക്കായി സ്തോത്രം. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ പാപമോചകൻ, അങ്ങാണ് ഞങ്ങൾക്ക് പാപത്തിന് സ്വാതന്ത്ര്യം നൽകുന്നവൻ. അങ്ങ് അത് രണ്ടും നൽകിയത് ഞങ്ങളിൽ പുത്രത്വം വളർത്താനാണല്ലോ. അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും ചരിത്രത്തിൽ അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച് ഞങ്ങളെ ആ തലത്തിലേക്ക് പണിതവൻ്റെ കരം ഇന്ന് രാത്രി സന്ദേശം കേട്ട ഓരോരുത്തരും മേലും വെളിപ്പെട്ട് വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമാകട്ടെ. ഈ കുടുംബങ്ങൾ മുഴുവൻ സ്വസ്ഥത അനുഭവിക്കട്ടെ. ഈ കുടുംബങ്ങൾ മുഴുവൻ അകൃത്യത്തിൽ നിന്ന് തിരിയട്ടെ. ആരോഗ്യം ഉണ്ടാകട്ടെ. അനുഗ്രഹം തുറന്നു വരട്ടെ. ഇവരുടെ മുമ്പിലുള്ള ദൈവിക ലക്ഷ്യങ്ങൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. ഇവർക്ക് ദൈവത്തിൽ നിന്നുള്ള ഒരു പർപ്പസ് ഇവരുടെ ജീവിതത്തിന്റെ പുറകിലുണ്ടെന്നുള്ളത് ഇവരൊക്കെ ദൈവാത്മാവ് തുറന്നു നൽകുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പർപ്പസ്ഫുൾ ലൈഫായി മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ദൈവത്തിന് വേണ്ടി ഫലപുഷ്ടിയുള്ളവരായി മാറട്ടെ. കർത്താവേ, ഒരു ചെറിയ കൂട്ടത്തെ സന്ധിക്കാനല്ല, ഭൂമിയുടെ അറ്റത്തോളം അങ്ങ് ഇവരെ അയക്കുവാൻ വിശ്വസ്തനാണല്ലോ. ചോദിച്ചു കൊള്ളുക. നീ എൻ്റെ പുത്രൻ, എന്നോട് ചോദിച്ചു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക. ഞാൻ നിനക്ക് ഭൂമിയുടെ ജാതികളെ കൈവശമായും ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാമെന്ന് പറഞ്ഞ കർത്താവേ, ഇവരുടെ അവകാശങ്ങൾ ചോദിക്കാനുള്ള വളർച്ച പുത്രത്വത്തിൽ ഇവരകത്ത് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലെന്ന് പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.